Hello everyone, welcome to DJ Styles. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാമറ GoPro Hero 8 Black എന്ന ലേറ്റസ്റ്റ് ക്യാമറയാണ്. ഇതിനു മുമ്പുള്ള വെർഷൻസ് 5, 6, 7 എല്ലാം നിങ്ങൾക്ക് പരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് അതിനോടൊപ്പം തന്നെ iOS-ൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ്രോയിഡിൻ്റെ മിനിമം വെർഷൻ 8 ആണ്. അതിന് പ്രയർ വെർഷൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ക്യാമറ നമുക്ക് ഫുള്ളും മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ Hero 8 Black എന്നുള്ള GoProയുടെ ക്യാമറ. ഈ വേർഷനിൽ ഹൈപ്പർ സ്മൂത്ത് 2.0 എന്നുള്ള സ്റ്റെബിലൈസേഷൻ ടെക്നോളജി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ക്കിംഗ് അല്ല, മാക്സിമം സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോസ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ മെഗാ പിക്സൽ എന്ന് പറയുന്നത് 12 മെഗാ പിക്സൽ. അതേപോലെ തന്നെ ഇത് 4K വീഡിയോ എടുക്കുന്നതാണ്. സ്ലോ മോഷൻ 8x വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ടൈം റാപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ലൈവ് സ്ട്രീമിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അത് 1080p ആണ്. ലൈവ് ബേസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടി. പിന്നെ സൂപ്പർ ഫോട്ടോ പ്ലസ് HDR ഓപ്ഷൻസ് ഉണ്ട്. റോ ഫോട്ടോസ് സപ്പോർട്ടഡ് ആണ്. പിന്നെ പണ്ടത്തേതിലും കുറച്ചും കൂടെ നമ്മുടെ റിസപ്ഷൻ, സൗണ്ട് ക്ലാരിറ്റി കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് GPS വഴി നമുക്കിത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞാനിത് പറഞ്ഞിരുന്നു, ഇത് ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ നമുക്കിത് വെള്ളത്തിനടിയിലും എടുക്കാം. അതേപോലെ കാറിൽ, ബൈക്കിൽ പോകുന്നതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഈവൻ സൈക്കിളിൽ പോകുന്ന വീഡിയോസും നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാം. ഇതിൻ്റെ MRP പ്രൈസ് എന്ന് പറയുന്നത് 36,500 ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആമസോണിൽ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു. ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് GoPro വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് ഡിസ്കണക്റ്റ് ചെയ്യാവുന്നതെന്നുള്ള ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഡിസ്കണക്ട് ചെയ്യുക. ഇവിടെ 2 ലിവേഴ്സ് ഉണ്ട്. ഇത് പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ആവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളിത് ഊരിയെടുക്കുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഇതിനെപ്പറ്റി ഇൻഫോർമേഷനും പിന്നെ സേഫ്റ്റി പ്രൊസീജിയേഴ്സാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ 2 GoProയുടെ സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഡാമേജ് ആകുകയാണെങ്കിൽ, അതേപോലെ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഓപ്ഷൻസ് എല്ലാം പറയുന്നുണ്ട്. അതിന് ഈ പർട്ടിക്കുലർ URL പോവുക. ഇത് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യേണ്ടത്, ബാറ്ററി കണക്ഷൻ എങ്ങനെയാണ്, ഇത് ഊരിയെടുക്കുന്നത്, അതേപോലെ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം എൻ്റെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾവേസ് നിങ്ങൾ മാനുവൽ വായിച്ചതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഡാമേജ് ആവുന്ന പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ GoPro സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടുന്നതായിരിക്കും. FAQ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ കാണുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു C കേബിളാണ്. ഈ എൻഡാണ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് നോർമൽ USB ആണ്. ഇപ്പോൾ ലാപ്ടോപ്പ് വഴിയാണ് ഇത് ചാർജ് ചെയ്യുന്നതെങ്കിൽ 4 hours എടുക്കും. അതല്ല, ഇത് നമ്മളൊരു പവർ ബാങ്ക് വഴിയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ 2 hours കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും. ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ആക്സസറിയാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇപ്പോൾ മതിലുമേ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ ഇത് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നമ്മളെ ഫേസ് ചെയ്ത് ക്യാമറ വെക്കുന്നതാണ്. ഇതൊരു 3M സ്റ്റിക്കറാണ്. ഇത് നമുക്കിപ്പോൾ ഹെൽമെറ്റ് മൗണ്ട് എന്ന് പറയും. ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ സ്റ്റിക്കർ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇത് നേരെ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അത് കണക്ട് ചെയ്യാവുന്നതാണ്. GoPro
ഇങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro ക്യാമറ. ഇത് ലെൻസ്, ഇതിന് ഫിഷ് ഐ ലെൻസ് എന്ന് പറയും. വൈഡെല്ലാം അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഫോട്ടോസ്. ഇതാണ് LCD സ്ക്രീൻ, ടച്ച് സ്ക്രീനാണ്. ഇതാണ് പവർ ബട്ടൺ. ഇവിടെ മോഡ്സ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതാണ് വീഡിയോ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച്, ഈ റെഡ് കളറിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ബാറ്ററി ഇടേണ്ട സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു മാർക്ക് കാണാം. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പതുക്കെ താഴത്തേക്ക് പുള്ള് ചെയ്യുക. സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ബാറ്ററി കാണാം. ഈ ബാറ്ററി നമുക്ക് പതുക്കെ ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. ഇതാണ് GoProയുടെ ഒറിജിനൽ ബാറ്ററി. ഇത് നമുക്ക് ആമസോണിൽ പുതിയത് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഒറിജിനൽ ക്ലോസ് ടു 4000 റുപ്പീസ് ആണ് വിത്ത് ചാർജർ നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് ഒരു സാൻഡ് ഡിസ്കിൻ്റെ 64 GB അൾട്ര എന്ന ഓപ്ഷനുള്ള ഒരു SD കാർഡാണ്. അൾട്ര ഇതിൻ്റെ അകത്ത് കാണും. അൾട്ര ഇതിപ്പോൾ ഞാൻ എക്സ്ട്രീമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ അൾട്ര എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് 100 MB/s. പിന്നെ ഇത് മെയിനായിട്ട് ഫുൾ HD വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ കാർഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, സാൻഡ് ഡിസ്കിൻ്റെ. നമ്മൾ 4K വീഡിയോ ആണെങ്കിൽ എക്സ്ട്രീം എന്നുള്ള സാൻഡ് ഡിസ്കിൻ്റെ കാർഡാണ് ഉപയോഗിക്കേണ്ടത്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇതിപ്പോൾ 32 GB ആണ്. 32 GB കോസ്റ്റ് ഏകദേശം 1600 റുപ്പീസാണ്. ആമസോൺ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് നൽകുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഡിസ്കൗണ്ടിൽ കിട്ടും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിചയമുള്ള സ്റ്റോറിൽ പോയി വാങ്ങാവുന്നതാണ്. ഇതിപ്പോൾ ഫുൾ HD ആണെങ്കിൽ 2100. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വില കൂടുതൽ. മറ്റേത് കുറച്ച് കുറവാണ്, കുറച്ച് പഴകിയ ഡേറ്റ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഇത്രയും പൈസ കുറവ്. മാത്രമല്ല അതിൻ്റെ സൈസും കുറവാണ്, 32 GB ഉള്ളൂ. ഇത് 64 GB ആണ്. നമുക്ക് ഇത് പവർ ഓൺ ചെയ്യാം. ഇത് കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഇത് ഇടേണ്ട വിധം നോക്കുക. അതിനു മുമ്പേ കാർഡ് ആദ്യം ഇടാൻ ശ്രമിക്കുക. കാർഡ് ഇങ്ങനെ നമ്മളെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ കാർഡ് ഇടുന്നത്. ജസ്റ്റ് ആ സ്ലോട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ടെക് എന്നൊരു സൗണ്ട് കേൾക്കാം. അത് ഇൻസേർട്ടഡായി. ഇനി ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ബാറ്ററിയും കറക്റ്റായിട്ട് ഇൻസേർട്ടഡായി. ഇത് നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇത് ഇങ്ങോട്ടാക്കാൻ. നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇതാക്കാൻ. എന്നാൽ മാത്രമേ ലോക്ക് കറക്റ്റായിട്ട് വീഴുകയുള്ളൂ. പ്രസ് ചെയ്തിട്ട് വേണം ഈ ലോക്ക് തിരിച്ച് ക്ലോസ് ചെയ്യാൻ. ഇനി ഞാൻ പവർ ഓൺ ചെയ്യുകയാണ്. ഇതിപ്പോൾ പവർ ഓണായി. ഞാനിത് കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്കാണ്. കാരണം കൂടുതൽ ആൾക്കാരും നമ്മുടെ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോണാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് GoPro എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ മേക്കർ ആരാണെന്ന് നോക്കുക. GoPro തന്നെയാണ് ഈ ആപ്പ് മേക്ക് ചെയ്തത്. അവരുടെ മാത്രം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആൻഡ്രോയിഡ് ഫോണിൻ്റെ മിനിമം വേർഷൻ 8 ആണെങ്കിൽ മാത്രമേ GoProയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിന് മുമ്പുള്ള വേർഷൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. iOS ആണെങ്കിൽ
10.x ആണെങ്കിൽ നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 100% കാണിക്കുന്നത് അതിൻ്റെ ബാറ്ററിയും പിന്നെ കാർഡിൻ്റെ ഫ്രീ സ്പേസാണ് ഓറഞ്ച് കളറിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ 64 GB ആണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 20 GB പ്ലസ് ഫ്രീ ആയിരിക്കും. ഓൺ ചെയ്യേണ്ടതാണ്. ക്യാമറ സെർച്ച് ചെയ്യുകയാണ്. ക്യാമറ ഓൾറെഡി ഓണാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഹീറോ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹീറോ 8 ലേറ്റസ്റ്റ് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിഫറൻസസിൽ പോവുക, കണക്ട് ഡിവൈസ് കൊടുക്കാനാണ് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ പ്രിഫറൻസസിൽ പോവുക. ക്യാമറയിൽ പ്രിഫറൻസസ്, എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ അത് കണക്ഷൻസിൽ പോവുക. കണക്ഷൻസ്, വയർലെസ് കണക്ഷൻ ഓൺ ആണ്. അതിൻ്റെ അത് കണക്ട് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. GoPro ആപ്പ് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ GoPro ആപ്പ് ഓൺ ഫോൺ എന്നാണ് പറയുന്നത്. കണക്റ്റ് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. വി ഫൗണ്ട് യുവർ GoPro എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. ഹീറോ 8 ബ്ലാക്ക് കണക്ട് ചെയ്യുക. കണക്ഷൻ സക്സസ്ഫുള്ളായി. ക്യാമറയുടെ LCD സ്ക്രീൻ കുറച്ച് സ്മോൾ ആയതുകൊണ്ട് ഞാൻ ഓപ്ഷൻസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കാണിക്കാം. അപ്പോൾ എന്താണ് പേര് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് GoPro BLK സേവ് നെയിം. ഞാൻ നേരത്തെ കൊടുത്തിരുന്ന പേര് DJ Styles H8P എന്നാണ്. ഞാനിപ്പോൾ അത് പേര് ചേഞ്ച് ചെയ്തു. ഇത് എപ്പോൾ കണക്ട് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയും. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ആൻഡ്രോയിഡ് ഫൈനിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങളുടെ മെയിൻ പ്രൈമറി ഫോൺ എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ അപ്ഡേറ്റ് ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ലേറ്ററാണ് അടിക്കാൻ പോകുന്നത്. ക്യാമറ സെറ്റപ്പ് റെഡിയായി. ഇനി ക്ലിക്ക് ഓൺ ലെറ്റ്സ് ഗോ. കൺട്രോൾ യുവർ ഫോൺ ഫ്രം യുവർ ഫോൺ. മോഡ്സും സെറ്റിങ്സ് എല്ലാം നമുക്ക് ഇവിടെ ഫോണിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോണിലേക്ക് കണക്ഷൻ ആയിരിക്കുകയാണ്. ഇവിടെ തന്നെ പല ഓപ്ഷൻസ് കാണാം. ലൈവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. നമുക്ക് ലൈവ് ആയിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫോട്ടോ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ ഓപ്ഷൻ ഉണ്ട്. Time-lapse ഓപ്ഷൻ ഉണ്ട്. Timewarp ഓപ്ഷൻ ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് വീഡിയോ ആണ്. വീഡിയോയിൽ ഞാൻ എനേബിൾ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ക്യാമറ ഫേസ് ചെയ്യുന്നത്, ക്യാമറ ലെൻസ് എങ്ങോട്ടാണ് ഫേസ് ചെയ്ത് വെച്ചേക്കുന്നത്, അത് ആ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഒരു ഡെൽ മോണിറ്ററിലേക്കാണ് ഞാൻ ഓപ്ഷൻ ഫേസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എനിക്കതിപ്പോൾ കാണാം. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. 1080p 60 frames per second ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. നാരോ ലെൻസാണ്. ഇപ്പോൾ ലെൻസിൻ്റെ മോഡ് എനിക്ക് ആദ്യം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഞാൻ. ലെൻസ് നാരോയിൽ ക്ലിക്ക് ചെയ്യുക.
ഇതിൻ്റെ അകത്ത് സൂപ്പർ വ്യൂ ഉണ്ട്, വൈഡ് ഉണ്ട്, ലീനിയർ ഉണ്ട്, നാരോ ഉണ്ട്. ഞാൻ വൈഡ് സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ റെസൊല്യൂഷൻ 1080 എന്നുള്ളത് എനിക്ക് 4K ആക്കാം. 4K ആക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ കാർഡ് സപ്പോർട്ടഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ സൗണ്ടും വീഡിയോയും ചിലപ്പോൾ ബ്ലറായി പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലാഗ് വരാനുള്ള സാധ്യത ഉണ്ടാവും. ഫ്രെയിംസ് പെർ സെക്കൻഡ് എനിക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ 24 to 60 ചെയ്യാം. അതെല്ലാം കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ബൈക്കിലോ കാറിലോ പോവുകയാണെങ്കിൽ 120 അല്ലെങ്കിൽ 240 സെലക്ട് ചെയ്യേണ്ടതാണ്. ക്ലിപ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 30-15 സെക്കൻഡ് ഓഫ്. പിന്നെ ബിറ്റ് റേറ്റ്, അതെപ്പോഴും ഹൈ ബിറ്റ് റേറ്റ് തന്നെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഷട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഷട്ടർ സ്പീഡ്സ് 190, നോർമൽ SLR ക്യാമറയുടെ കുറച്ച് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഞാൻ ഓട്ടോയിലാണ് ഇട്ടേക്കുന്നത്. വൈറ്റ് ബാലൻസ് ഓപ്ഷൻ 2300K മുതൽ 6500K വരെയുണ്ട്. റോ വീഡിയോൻ്റെ ക്ലാരിറ്റി ലോ, മീഡിയം, ഹൈ. ഇതെല്ലാം ഹൈപ്പർ സ്മൂത്ത് ഓപ്ഷൻ. ഇവിടെ ഏതാണ് ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കുന്നത്? ഞാൻ ഹൈപ്പർ സ്മൂത്താണ് സെലക്ട് ചെയ്തേക്കുന്നത്. വൈറ്റ് ബാലൻസ്, അപ്പം ഇത് നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ഓൺ ഡൺ. അതല്ലാണ്ട് ഇവിടെ ഒരു റെഞ്ചിൻ്റെ ഒരു ഐക്കൺ നമുക്ക് കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്തും ഏകദേശം സിമിലർ ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. LED ബ്ലിങ്ക് എങ്ങനെയാണ് വേണ്ടത്, ക്വിക്ക് ക്യാപ്ചർ ഉണ്ട്, സ്ക്രീൻ സേവർ ഉണ്ട്. ഇത് ഓഫായി പോകാനുള്ള ഓട്ടോ ഓഫ് ഓപ്ഷൻ ഞാൻ 5 മിനിറ്റാണ് കൊടുത്തേക്കുന്നത്, നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി. പിന്നെ LCD ബ്രൈറ്റ്നസ്, GPS ഞാൻ ഇപ്പോൾ തൽക്കാലം ഓഫാണ്. GPS ഓൺ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി യൂസേജ് കൂടുതലാവും, പെട്ടെന്ന് അത് ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. ആൻറ്റി ഫ്ലിക്കർ 60 MHz, 50 ആണ് മിനിമം. വീഡിയോ കംപ്രഷൻ എങ്ങനെയാണെന്നുള്ളത് HEVC H.264. പിന്നെ ലൊക്കേറ്റ് ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഓൺ ഓഫ് നമുക്ക് ചെയ്യാം. അതിനെല്ലാം ബാറ്ററി യൂസേജ് കൂടുതലാവും. പിന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി ലെവൽ 91%. SD കാർഡ് കപ്പാസിറ്റി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഫോട്ടോസ് റിമൈനിങ് എത്ര എടുക്കാൻ പറ്റും, വീഡിയോ ടൈം റിമൈനിങ്, വീഡിയോസ് ഓൺ കാർഡ് എത്ര എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഗോപ്രോയുടെ മെയിൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ബൈക്കിൽ പോകുന്നതും കാറിൽ പോകുന്നതും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾക്ക് ഇൻഫോർമേഷനാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിമോട്ടായിട്ട് നമുക്കിത് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ടൈം. ഹാപ്പി ഓണം. ഹാവ് എ ഗുഡ് വെക്കേഷൻ അഹെഡ്.